സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി മറ്റൊരു ഇന്റഗ്രേഷൻ ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഇന്റഗ്രേഷൻ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് പുതിയത്. നമ്മളിപ്പോ ടെക്സ്റ്റിൽ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും എക്സാമിന് ഇതിൽ നിന്ന് അല്ലാത്ത ക്വസ്റ്റൻസുകൾ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും. എക്സാമിനൊക്കെ വന്ന് ഇതേപോലെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഭാഗം എന്നുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഇന്റഗ്രൽ x² + 1 ഡിവൈഡഡ് ബൈ x + 1. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇത് ചെയ്യാനുള്ള മെത്തേഡ് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. സബ്സ്റ്റിറ്റ്യൂഷനോ അങ്ങനെ വല്ലതും തോന്നുന്നെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലായിരിക്കാം. പിന്നെ ആർക്കെങ്കിലും ചിലപ്പോൾ ഒക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കായി കാണും അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ നോക്കിക്കേ, x² സെക്കൻഡ് ഡിഗ്രിയാണ്, ഡിനോമിനേറ്റർ x ഫസ്റ്റ് ഡിഗ്രിയാണ്. ഈ ഡിഗ്രികളൊക്കെ നോക്കി ചെയ്യുന്നതിനൊക്കെ ഓരോ വഴികളാണ് കേട്ടോ. അപ്പൊ ഇവിടെ ചെയ്യുന്ന നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ, ഇതൊരു വഴിയാണ്, വേറെ വഴിയുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ x² ഈ +1 ഉണ്ടല്ലോ, അതിന് നമ്മൾ -1 + 2 എന്നാക്കുന്നു. ശരിയല്ലേ? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം -1 + 2. ശരിയല്ലേ? ആണോ നോക്കിക്കേ, -1 + 2 എന്ന് പറഞ്ഞാൽ 1 ഈക്വലല്ലേ മോനെ? അതെ. അപ്പൊ ഈ +1 പകരം -1 + 2 എന്നൊന്ന് മാറ്റുന്നു. ഡിനോമിനേറ്റർ ഒരു മാറ്റമില്ല, ആര് തന്നെയാണ് മോനെ? x + 1. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം, മീൻസ് സ്പ്ലിറ്റ് ആക്കണം. ഇപ്പൊ a + b ² c ക്യാൻ ബി റിട്ടൺ ആസ് a/c പ്ലസ് ആരാ മോനെ? b/c. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതേണ്ട ഈ ന്യൂമിനേറ്റർ എന്നിട്ട് ഇത്രയും ബൈ ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ x² - 1 ഡിവൈഡഡ് ബൈ x + 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ x + 1. ഓക്കെ ആണല്ലോ? ഇങ്ങനെ രണ്ടാക്കി നമുക്ക് മുറിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ കൂടെ ഒക്കെ ചിന്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നതാണ് പ്രശ്നം. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. +2 ഫുൾ മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടെയുള്ള ക്ലാസ് കിട്ടും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പുതിയ ക്വസ്റ്റൻസുകളെല്ലാം ഉൾപ്പെടെയുള്ളത്. ഓക്കെ, താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പണി നോക്കണേ. ഇവിടെ കണ്ട x² - 1, ഇവിടെ x² + 1 ആയിരുന്നു. x² + 1 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് x² - 1. x² - 1 നമുക്ക് x² - ആരെന്ന് എഴുതാൻ മോനെ? 1² എന്ന് എഴുതാം, 1 അല്ലേ? അപ്പൊ ഇത് ഏതുപോലെ ആയി? a² - b². വാട്ട് ഈസ് a² - b²? a + b ഇൻറ്റു ആരാ മോനെ? a - b. അപ്പൊ x² - 1 നമുക്ക് എങ്ങനെ എഴുതാം? x² - 1 x + 1 ഇൻറ്റു ആരെന്ന് എഴുതാം? x - 1 ഡിവൈഡഡ് ബൈ x + 1 പ്ലസ് 2 ബൈ x + 1. അവനൊന്നും ചെയ്യേണ്ട, അതേ പോലെ തന്നെ. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഒരു x + 1 എന്തായി പോകും മോനെ? ക്യാൻസൽ ആവും. ശരിയല്ലേ? ബാക്കി ആരൊക്കെയുണ്ട്? ബാക്കി നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ ഇവിടെ ഒരു x - 1 ഉണ്ട്, പ്ലസ് 2 ബൈ ആരുണ്ട്? x + 1. ഇങ്ങനെയാ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഒരു മെത്തേഡ്. അപ്പൊ ഈ നിങ്ങൾക്ക് ഒരു മറ്റൊരു മെത്തേഡ് വേണമെങ്കിൽ ഇയാളും കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. നമ്മുടെ സാധാരണ ഡിവിഷൻ ഉണ്ടല്ലോ, ഡിവിഷൻ ട്രിക്ക് ഉണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ കോളമൊക്കെ വരച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്യണം. x² + 1 ഇവിടെ എഴുതുക, x + 1 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ കിട്ടും. അത് പിന്നെ ആർക്കും അറിയത്തില്ല. പിന്നെ ഇതാണെങ്കിൽ ഇത്തിരിയെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ മോനെ. എക്സിന് ഇന്റഗ്രൽ എന്തായാലും മോനെ? x²/2. ശരിയാണല്ലോ? എക്സിന് ഇന്റഗ്രൽ മറന്നുപോലെ 1 എന്ന് എഴുതി നോക്കുക. എക്സിന് ഇന്റഗ്രൽ അത് ഡെറിവേറ്റീവാ. എക്സിന് ഇന്റഗ്രൽ x²/2. ഓക്കെ, -1 ഇന്റഗ്രൽ x. ഇതാണ് 2/x + 1. മോനെ 2 ഇല്ലാതെ ഇപ്പോൾ 1 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? 1/x + 1. 1/x ആരാ? log x. 1/x + 1 ആരാ? log x + 1. ഓക്കെ, log x + 1 ആണല്ലോ, പ്ലസ്. പക്ഷെ ഇവിടെ ആരായിരുന്നു മോനെ? 2 അല്ലയോ? അപ്പൊ ഇവിടെ 2 കൊടുത്താൽ മതി കേട്ടോ. പ്രോബ്ലം തീർന്നു. അവൾ ആൻസർ കംപ്ലീറ്റ് ആയി. അവൾ നല്ല ക്വസ്റ്റൻ ആണോ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ തോന്നിയാൽ ഓക്കെ, നല്ലൊരു മനസ്സിലായെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ക്ലാസ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.